നമസ്കാരം. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. സ്വർണ്ണപ്പാളി വിവാദത്തിൽ ആദ്യ നടപടി. 2019 സ്വർണം ചെമ്പാണെന്ന് റിപ്പോർട്ട് നൽകിയ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന് സസ്പെൻഷൻ. തീരുമാനം ദേവസ്വം ബോർഡ് യോഗത്തിൽ. നടപടി അംഗീകരിക്കുന്നുവെന്ന് മുരാരി ബാബു. അന്തിമ റിപ്പോർട്ട് വന്ന ശേഷം കൂടുതൽ നടപടിയെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ഇന്നും പ്രക്ഷുബ്ധമായ നിയമസഭ. സ്വർണ്ണപ്പാളി വിവാദത്തിൽ സ്പീക്കറുടെ മുഖം മറച്ച് ബാനറുകളുമായി നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷം. ചോദ്യോത്തരവേള തടസ്സപ്പെട്ടു. നാളെയെങ്കിലും സഹകരിക്കണമെന്ന് സ്പീക്കർ. കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നും വ്യാഴാഴ്ച പത്തനംതിട്ടയിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുമെന്നും KPCC പ്രസിഡന്റ്. ഭൗതികശാസ്ത്ര നൊബേൽ 3 പേർ പങ്കിട്ടു. പുരസ്കാരം ക്വാണ്ടം മെക്കാനിക്സിലെ ഗവേഷണത്തിന്. ഇസ്രയേൽ ഹമാസ് ചർച്ചകൾ ഇന്നും തുടരും. ആദ്യ ചർച്ച പോസിറ്റീവ് എന്ന ട്രംപ്. തടവുകാരെയും ഇസ്രായേലി ബന്ദികളെയും മോചിപ്പിക്കുന്നതിന് ആദ്യ പരിഗണന നൽകും. ഇസ്രയേൽ ഗാസ യുദ്ധം ഉടൻ അവസാനിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. സ്വർണ്ണവിലയിൽ ഇന്നും കുതിപ്പ്. പവന് 920 രൂപ കൂടി 89,480 രൂപയായി. ഗ്രാമിന് 115 രൂപ കൂടി. ഒരു മാസത്തിനിടെ പവന് കൂടിയത് 10,000 രൂപ. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്താണ് ഇക്കാര്യം അറിയിച്ചത്. നിലവിൽ ഹരിപ്പാട് ഡെപ്യൂട്ടി കമ്മീഷണറാണ്. സ്മാർട്ട് ക്രിയേഷൻസിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലുള്ള വാറണ്ടി ദേവസ്വം ബോർഡിന്റെ പേരിലാക്കാൻ ദേവസ്വം കമ്മീഷണറെ ചുമതലപ്പെടുത്തി. വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് കൂടുതൽ നടപടികളിലേക്ക് കടക്കും. ദേവസ്വം ബോർഡിന്റെ പ്രഥമ പരിഗണന മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിനാണ്. അതിനാൽ തന്നെ ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിന് എത്രയും വേഗം വിരാമം ഇടേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വെള്ളിയാഴ്ച വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ഇതിനുശേഷം 2019 ശേഷം ശബരിമലയിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥരുടെ ആനുകൂല്യങ്ങൾ പിടിച്ചു വയ്ക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും PS പ്രശാന്ത് പറഞ്ഞു. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ ഈ സ്മാർട്ട് ക്രിയേഷനിൽ ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന വാറണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലുള്ളതാണ്. അത് റദ്ദ് ചെയ്യുവാനും ദേവസ്വം ബോർഡ് നേരിട്ട് നടത്തുവാനും വേണ്ട നടപടിക്രമങ്ങൾക്ക് വേണ്ടി ഡെപ്യൂട്ടി കമ്മീഷണറെ ചുമതലപ്പെടുത്തി. ഈ ആഴ്ച തന്നെ നമ്മുടെ വിജിലൻസ് SP കോടതിക്ക് അന്തിമ റിപ്പോർട്ട് കൊടുക്കും. അത് കഴിഞ്ഞൊരു കോപ്പി സ്വാഭാവികമായിട്ട് എനിക്ക് നൽകും. അത് കിട്ടിയതിന് ശേഷം അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് തീരുമാനമെടുക്കും. റിട്ടയർ ചെയ്തു പോയ ആളുകളുണ്ടല്ലോ, അവരുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് തിരികെ പിടിക്കാൻ കഴിയുന്നത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കും. ഇദ്ദേഹത്തിനെതിരെ ചെമ്പുപാളി എന്നുള്ള ഒരു റിപ്പോർട്ട് നൽകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ഞങ്ങൾക്ക് വിഷയം വരുന്ന മണ്ഡല മകരവിളക്ക് മഹോത്സവമാണ്. ആ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിലേക്ക് ലക്ഷോപലക്ഷം ആളുകൾ വരും. അവർക്ക് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ 2-3 മാസങ്ങൾ മുമ്പേ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിന് ഇത്തരം വിരാമങ്ങൾ പാടില്ല. ഇത്തരം ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇത്തരം വിവാദങ്ങൾ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് ഞങ്ങൾക്ക് ശബരിമലയിൽ എത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവിധമായ സൗകര്യങ്ങളും സംതൃപ്തമായ ഒരു മണ്ഡല മകരവിളക്ക് മഹോത്സവം പ്രദാനം ചെയ്യാൻ സാധിക്കണം. അതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത കടമ്പ. അതേസമയം സസ്പെൻഷൻ നടപടിയിൽ പ്രതികരണവുമായി ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് അംഗം മുരാരി ബാബു. നടപടി അംഗീകരിക്കുന്നു. 30 വർഷമായി ദേവസ്വം ബോർഡിൽ ജോലി ചെയ്യുന്നു. ദേവസ്വം വകുപ്പിന് വിധേയമായി മാത്രമാണ് ഇതുവരെ പ്രവർത്തിച്ചത്. നടപടിയുമായി സഹകരിക്കും. സസ്പെൻഷനെതിരെ നിയമപരമായി മുന്നോട്ട് പോകില്ല എന്നും മുരാരി ബാബു പറഞ്ഞു. ആളുകൾക്ക് അവർക്ക് അതിനകത്ത് എന്തെങ്കിലും താല്പര്യം ഉണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും വിമർശിക്കുന്നത്. അന്വേഷണം നടന്ന വിശദമായ അന്വേഷണം നടത്തിയുള്ള ഒരു കാര്യമാണ്. സസ്പെൻഷൻ വിഷയത്തിൽ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് അടുത്ത ആളിന് ചാർജ് കൊടുത്ത് മാറിയിരിക്കുക. അത്രയാണ് നടപടി. കാര്യം ബോധ്യപ്പെടുത്താനൊന്നും നീങ്ങുന്നില്ല. അല്ല, എന്ത് ബോധ്യപ്പെടുത്താനാണ്? പിന്നെ അതിൻ്റെ ബാക്കി നടപടികളാണ്. സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്രാരംഭ നടപടിയാണ്. പിന്നീട് അതിൻ്റെ എൻക്വയറി അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർ ചാനലുള്ള നടപടികളുണ്ടാവും. അതിൻ്റെ ആ സമയത്ത് വിശദീകരണം നൽകേണ്ടി വരും. മറ്റാരെങ്കിലും കാണാനോ ദിവസം ഒന്നുമില്ല അതിൻ്റെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇതങ്ങനെയൊന്നും ഉള്ളൊരു കാര്യമല്ല.
നിങ്ങൾക്ക് ഇപ്പം തന്നെ ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ച കാര്യമാണ്. ഇപ്പോഴല്ലേ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഇത്രയും വലിയ പ്രശ്നക്കാരാണെന്നൊക്കെ. അതൊരു ശബരിമലയിൽ വരുന്ന കോടിക്കണക്കിനായ ഭക്തരിലൊരാൾ. അവിടെ ധാരാളം ഭക്തന്മാർ ധാരാളം സമർപ്പണങ്ങൾ അവിടെ നടത്തുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഒരു സമർപ്പണത്തിനായി വരുന്നു. ആ സമർപ്പണത്തിന് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അത് ചെയ്തു, റിപ്പോർട്ട് ചെയ്തു. ആ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇപ്പോൾ ആ ഒരു റിപ്പോർട്ടിൻ്റെ പേരിലാണ് എന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ സ്വർണ്ണപ്പാളി എടുത്തോണ്ട പേരിലല്ല കേട്ടോ എന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഞാനെന്നാൽ പ്രിലിമിനറി ആയിട്ട് റിപ്പോർട്ട് കൊടുക്കും. ഈ അപേക്ഷ വെച്ചിട്ട് 12 കത്ത് സഹിതം റിപ്പോർട്ട് കൊടുക്കും. നമ്മളിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ ഒരു കാര്യം സമർപ്പണം ഒരാൾ നടത്തി, പിന്നീട് അദ്ദേഹത്തിനെ തന്നെ തുടർച്ചയൊന്നുമല്ല, ആര് വന്നാലും ആ ക്ഷേത്രത്തിൽ സമർപ്പണം നടത്താൻ വരുന്ന ആര് വന്നാലും അവരുടെ അപേക്ഷകൾ ഫോർമലായിട്ടായിരിക്കും. ആ അപേക്ഷയിൽ എന്തെങ്കിലും മറ്റു തരമായ കാര്യങ്ങളുണ്ടോ അന്വേഷിച്ചിട്ട് അത് റിപ്പോർട്ട് ചെയ്യും. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അനുവാദം കിട്ടും. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി രജിത് ചേരുകയാണ്. രജിത്, PS പ്രശാന്ത് പറയുന്നത് ഈ ഒരു അന്തിമ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്നാണ്. ഇപ്പോൾ ഇത് മുരാരി ബാബുവിനെതിരെ നടപടി എടുത്തിരിക്കുന്നു. അപ്പോൾ ഇനി കൂടുതൽ പേരിലേക്ക് ഈ നടപടികൾ നീളുമെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഐശ്വര്യ, കൂടുതൽ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഇന്ന് ചേർന്ന ദേവസ്വം ബോർഡ് യോഗത്തിന് ശേഷമാണ് ആ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ആദ്യ നടപടിയാണ് മുരാരി ബാബുവിനെതിരെ എടുത്തിരിക്കുന്നത്. അദ്ദേഹം അന്ന് 2019 ശബരിമലയിലെ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു. ആ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്ന നിലയിൽ ഇത് ചെമ്പുപാളിയാണെന്ന് രേഖപ്പെടുത്തിയതിൽ ഒപ്പുവെച്ചത് അദ്ദേഹമാണ്. ആ ചെമ്പുപാളിയാണെന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന അദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെതിരെ കർശന നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഇപ്പോൾ ഹരിപ്പാടുള്ള ഹരിപ്പാട് ക്ഷേത്രത്തിലെ ദേവസ്വം ബോർഡിൻ്റെ ഡെപ്യൂട്ടി കമ്മീഷണറായിട്ടാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തിരിക്കുക. അന്വേഷണ വിധേയമായാണ് അദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ വന്നിട്ടുള്ളത്. ഒപ്പം തന്നെ കർശനമായ മറ്റൊരു നടപടിയിലേക്ക്, നേരത്തെ നമുക്കറിയാം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലായിരുന്നു സ്മാർട്ട് ക്രിയേഷൻസിലെ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലുള്ള വാറണ്ടി ഉണ്ടായിരുന്നത്. വാറണ്ടിയായി നിശ്ചയിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു. അത് മാറ്റി ദേവസ്വം ബോർഡിലേക്ക് മാറ്റുന്നതിനും അത് ഇപ്പോഴത്തെ റദ്ദാക്കി ദേവസ്വം ബോർഡിലേക്ക് വാറണ്ടി മാറ്റുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനായി ഡെപ്യൂട്ടി കമ്മീഷണറെ ചുമതലപ്പെടുത്തിയതായും ഇന്നത്തെ യോഗം ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ കൂടുതൽ നടപടികളിലേക്കടക്കം ദേവസ്വം ബോർഡ് പോകുന്നു എന്നത് തന്നെയാണ്. കൂടുതൽ പേർക്കെതിരെ ഒരു പക്ഷേ നടപടി ഉണ്ടാവും. പലരും ഇവിടെ നിന്ന് വിരമിച്ചു പോയവരുണ്ട്. അവർക്കെതിരെയുള്ള നടപടി എത്തരത്തിലാണ് എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിലാണ് ഇത് ഇവരുടെ ആനുകൂല്യങ്ങളടക്കം പിടിച്ചുവെക്കുന്നതടക്കം അടുത്ത വെള്ളിയാഴ്ചയോടുകൂടി ഈ ആഴ്ച തന്നെ ദേവസ്വം വിജിലൻസ് സമ്പൂർണ്ണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്നുണ്ട്. അപ്പോൾ തനിക്കും അതിൻ്റെ ഒരു കോപ്പി ലഭിക്കും. ആ കോപ്പിയിൽ നിന്ന് മാത്രമേ കൂടുതൽ പേർക്കെതിരെയുള്ള നടപടികളിലേക്ക് പോകേണ്ടതുണ്ടോ ഇല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള നടപടിയായിരിക്കണം എന്നത് സംബന്ധിച്ച് തീരുമാനിക്കാൻ കഴിയും. നിലവിൽ ഇത്തരത്തിൽ ആനുകൂല്യങ്ങൾ പിടിച്ചുവെക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീരുമാനങ്ങൾ ആ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം തീരുമാനിക്കും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ തങ്ങളുടെ പ്രഥമമായ പരിഗണന എന്ന് പറയുന്നത് വരാൻ പോകുന്ന മണ്ഡല മകരവിളക്ക് കാലത്തെ കൃത്യമായി നടത്തിക്കൊണ്ടു പോവുക എന്നത് തന്നെയാണ്. അതിനായിരിക്കും പ്രഥമമായ പരിഗണന നൽകുക. അതുകൊണ്ട് തന്നെ ഈ സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു വിരാമം ഇടേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അത്തരത്തിൽ കർശനമായ നടപടികളിലേക്ക് ദേവസ്വം ബോർഡ് പോവുകയായിരുന്നു. ഇന്ന് ചേർന്ന യോഗത്തിൽ 2019 രേഖകളടക്കം വിളിച്ചു വരുത്തിയാണ് വിശദമായൊരു പരിശോധന നടത്തിയത്. ആ വിശദമായ പരിശോധനയിലാണ് ഇപ്പോൾ മുരാരി ബാബുവിനെതിരെയുള്ള നടപടിയിലേക്ക് ദേവസ്വം ബോർഡ് കടന്നിരിക്കുന്നത്. ആദ്യ സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യമായി ദേവസ്വം ബോർഡ് എടുത്തിരിക്കുന്ന ഒരു നടപടിയാണ് മുരാരി ബാബുവിൻ്റെ സസ്പെൻഷൻ. ശരി, 2019 മഹസറിൽ ശബരിമലയിലേത് ചെമ്പുപാളികളാണ് എന്നെഴുതിയതിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ആ സമയത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രജിത്. 1.5 കിലോ സ്വർണം 50 പവനായി കുറഞ്ഞുവെങ്കിൽ അതിന് മറുപടി പറയേണ്ടത് തിരുവാഭരണ കമ്മീഷണർ എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാർ. ശബരിമലയിൽ ഇനിയും പലതും കലങ്ങിത്തെളിയാനുണ്ട്. അന്വേഷണം നടക്കട്ടെ എന്ന് ആവർത്തിച്ച പത്മകുമാർ വിജയ് മല്യ ചുമതലപ്പെടുത്തിയ തൊഴിലാളികളിലും സംശയം പ്രകടിപ്പിച്ചു. ഈ ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോയത് എൻ്റെ കാലത്താണെന്നുള്ളത് ശരിയാണ്. അതിനകത്ത് എന്തെങ്കിലും നോട്ടപ്പെശക് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടതാണ്. അവരന്വേഷണം നടത്തുന്നവർ പരിശോധിക്കട്ടെ. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ളൊരു സംഭവം വന്നത് അവിടുന്ന് കലങ്ങി തെളിയാനുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അതിൻ്റെ ഒരു കലക്കമാണ് ഇപ്പോൾ ഉള്ളത്. ആ കലക്കം മാറട്ടെ, ഈ കലക്കം തെളിയും. വിജയ് മല്യ ചുമതലപ്പെടുത്തിയ അന്ന് സ്വർണ്ണപ്പാളി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ചുമതലപ്പെടുത്തിയവർ ഇപ്പോൾ കിലോ കണക്കിന് സ്വർണത്തിൻ്റെയൊക്കെ കണക്ക് പറയുകയാണ്. അതും പരിശോധിക്കട്ടെ. അന്നത്തെ കാലത്ത് ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ പ്രതികരണവുമായി ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N. വാസു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തനിക്ക് ബന്ധമില്ല എന്നും N. വാസു പ്രതികരിച്ചു. താൻ ഉള്ള കാലത്തല്ല ദ്വാരപാലക ശില്പങ്ങൾ ഇളക്കിക്കൊണ്ടു പോകുന്നതും തിരികെ സ്ഥാപിക്കുന്നതും. മെയിലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ചോദിച്ചത് അനുമതിയല്ല ഉപദേശമാണെന്നും N. വാസു പ്രതികരിച്ചു.
സ്പോൺസർമാർ വരുന്നുണ്ട് ശബരിമല ചെയ്യാനായിട്ട്. അതിലെ ഒരാളായിട്ട് അവിടെ കണ്ടിട്ടുണ്ട്. ദേവസ്വം ബോർഡ് ഓഫീസിൽ ഇങ്ങനെ നിൽക്കുന്നതും കണ്ടിട്ടുണ്ട്. അതല്ലാതെ ഒരു എന്താ പറഞ്ഞ ഒരു എൻ്റെ അടുത്ത് പോലും വന്ന് സംസാരിച്ചിട്ടില്ല. അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടില്ല. എനിക്കറിഞ്ഞേ കൂടാ. അയാളെ അറിയാം. അയാൾ ഒരു സ്പോൺസർ എന്നുള്ള രൂപത്തിൽ അവിടെ വന്നിട്ടുണ്ട്. പിന്നെ അയാളെപ്പറ്റി നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾക്ക് അടക്കം സംശയം ഉണ്ടായത് ഇപ്പോഴല്ലേ. അയാൾ ഇന്നലെ വരെ അയാളെ സംബന്ധിച്ച് യാതൊരു സംശയവും ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് ആർക്കും ഇല്ലായിരുന്നു. സ്വർണ്ണപ്പാളി വിവാദത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് ആവർത്തിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആരെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം പാർട്ടിക്കും സർക്കാരിനുമില്ല. എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് ആരാണ് കുറ്റവാളി എന്ന കാര്യം പുറത്തു കൊണ്ടുവരണം. നിയമസഭയിൽ ബഹളമുണ്ടാക്കി പ്രതിപക്ഷം ചർച്ച അലങ്കോലപ്പെടുത്തുന്നത് എന്തിനെന്നും MV ഗോവിന്ദൻ ചോദിച്ചു. സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ഞാൻ അന്ന് ആവശ്യപ്പെട്ടത്. കോടതിയുടെ കീഴിൽ തന്നെ കോടതിയുടെ നിർദ്ദേശാനുസരണം ഒരു ഏജൻസി അന്വേഷിച്ചുകൊണ്ട് ഇതിൻ്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും സർവതല സ്പർശിയായ മേഖലയിൽ ഇതിൽ നടന്നിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പുറത്തു കൊണ്ടുവരാൻ കഴിയണം. ഞാൻ അന്നേ പറഞ്ഞത് ആരെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇല്ല. ആരാണോ കുറ്റവാളികൾ അവർ ശിക്ഷ ഏറ്റുവാങ്ങുന്ന നിലയിലേക്ക് കാര്യങ്ങൾ. ഇത്രയേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം രാഷ്ട്രീയമായ പ്രചരണങ്ങളാണ്. അത്രയേ അതിനെ സംബന്ധിച്ച് പറയാൻ. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ പ്രതിഷേധ സംഗമവുമായി കോൺഗ്രസ് ഈ മാസം 14-ന് സംസ്ഥാനത്തെ 4 കേന്ദ്രങ്ങളിൽ നിന്നും പ്രതിഷേധ ജാഥ ആരംഭിച്ച് 18-ന് പമ്പയിൽ സമാപിക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA അറിയിച്ചു. പ്രതിഷേധ ജാഥയിൽ സാമുദായിക നേതാക്കളെ ഉൾപ്പെടെ എല്ലാ വിശ്വാസികളെയും പങ്കെടുപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കോടതിയുടെ മേൽനോട്ടത്തിൽ സ്വർണ്ണപ്പാളി മോഷണം കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നും ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു. വളരെ ഗൗരവത്തിൽ തന്നെ വീക്ഷിക്കുകയാണ്. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കോടതിയുടെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും ഒരു CBI അന്വേഷണം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടി 9-ാം തീയതി പത്തനംതിട്ടയിൽ ഏറ്റവും ശക്തമായ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുന്നു. AICCയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യുന്ന ആ പ്രതിഷേധ സംഗമത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത് പ്രതിഷേധം ശക്തിപ്പെടുത്തും. അതിന്റെ തുടർച്ച എന്ന നിലയ്ക്ക് കേരളത്തിലെ 4 കേന്ദ്രങ്ങളിൽ നിന്ന് കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കന്മാർ നയിക്കുന്ന പ്രതിഷേധ ജാഥകൾ ആരംഭിച്ച് പന്തളത്ത് 18-ാം തീയതി വലിയ മാർച്ചോടുകൂടി 18-ാം തീയതി അത് സമാപിക്കുന്നതാണ്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം ബോർഡും സർക്കാരും ന്യായീകരണവുമായി ഇറങ്ങിയിരിക്കുന്നത് മോഷ്ടാക്കളെ സംരക്ഷിക്കുവാൻ വേണ്ടിയാണെന്ന് BJP നേതാവ് V മുരളീധരൻ. 2019-ലെ കൊള്ളയിൽ നിന്ന് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും മന്ത്രിക്കും ഒഴിഞ്ഞുമാറാനാകില്ല. 2022-ൽ തൂക്കം കുറവാണ് എന്ന് ദേവസ്വം ബോർഡ് രേഖപ്പെടുത്തിയെങ്കിൽ എന്തുകൊണ്ട് തുടർ നടപടി സ്വീകരിച്ചില്ല എന്നും V മുരളീധരൻ ചോദിച്ചു. ഇനി അക്കാര്യത്തിൽ ന്യായീകരണവുമായിട്ട് സംസ്ഥാന ഗവൺമെന്റും ദേവസ്വം ബോർഡും ഇറങ്ങിയിരിക്കുന്നത് കള്ളന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു വെട്ടിപ്പ്, ഈ ഒരു മോഷണം, ഈ കൊള്ളക്കുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് അന്നത്തെ ദേവസ്വം പ്രസിഡന്റും അന്നത്തെ ദേവസ്വം മന്ത്രിയും ഇവർക്ക് 2 പേർക്കും ഒഴിഞ്ഞുമാറാനാകില്ല. ശബരിമല വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മൗനം ദുരൂഹമെന്ന BJP നേതാവ് MT രമേശ് സ്വർണം മോഷ്ടിച്ചു എന്നാണ് കോടതി പറഞ്ഞത്. ദേവസ്വം ബോർഡിന്റെ അറിവോടെയാണ് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത്. അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന N വാസു മുഖ്യമന്ത്രിയുടെ പ്രതിപുരുഷനായിരുന്നു. ഇതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും പങ്കാളിത്തമുണ്ട്. നാളെ ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് നടത്തും. 9, 10 തീയതികളിൽ എല്ലാ ജില്ലാ ആസ്ഥാനത്തും മാർച്ച് നടത്തുമെന്നും MT രമേശ് പറഞ്ഞു. സ്വർണം മോഷണം പോയി എന്നുള്ളത് തന്നെയാണ്. മോഷണം പോയതല്ല, മോഷ്ടിച്ചതാണ് എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ മോഷണത്തിന് നേതൃത്വം കൊടുത്തത് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ് എന്നിപ്പോൾ ഏറെക്കുറെ വ്യക്തമായിരിക്കുന്നു. ദേവസ്വം ബോർഡിൻ്റെ അനുവാദത്തോടെയും സഹായത്തോടെയും അറിവോടും കൂടിയാണ് ഈ
അതേസമയം ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ തുടർച്ചയായി രണ്ടാം ദിവസവും നിയമസഭ സ്തംഭിപ്പിച്ച് പ്രതിപക്ഷം. ചോദ്യോത്തരവേള മുതൽ പ്ലക്കാർഡുകളും ബാനറും ഉയർത്തി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. കോടികളുടെ സ്വർണ്ണ കച്ചവടമാണ് നടന്നതെന്നും ഏത് കോടീശ്വരന്റെ വീട്ടിലാണ് പവിത്രമായ ദ്വാരപാലക ശില്പം കൊണ്ടുപോയി വിറ്റതെന്ന് സർക്കാർ മറുപടി പറയണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. പ്രതിപക്ഷത്തിന് പൊതുജനങ്ങളെ ഭയമെന്നും ഹൈക്കോടതി ഉത്തരവിനെ അംഗീകരിക്കുന്നില്ല എന്നും ഭരണപക്ഷം വിമർശിച്ചു. ബഹളത്തിനിടെ നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ പിരിഞ്ഞു. കഴിഞ്ഞ ദിവസം കണ്ട സമാനമായ സംഭവങ്ങൾ തന്നെയാണ് ഇന്നും നിയമസഭയിൽ അരങ്ങേറിയത്. ചോദ്യോത്തരവേള മുതൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ആരംഭിച്ചു. പ്ലക്കാർഡുകളും ബാനറും ഉയർത്തി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. ദേവസ്വം മന്ത്രിയും പ്രസിഡന്റും രാജിവെച്ച ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷണം നടത്തണം എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. SIT ഏർപ്പാടാക്കി അന്വേഷണം നടക്കുകയാണ്. നിങ്ങൾ അവിടെ ഇരിക്കുക, സഭ നടക്കട്ടെ. ബഹളത്തെ തുടർന്ന് ചോദ്യോത്തരവേള തടസ്സപ്പെട്ടപ്പോൾ സഭ താൽക്കാലികമായി സ്പീക്കർ നിർത്തിവെച്ചു. 10 മണിക്ക് പുനരാരംഭിച്ചുവെങ്കിലും പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നില്ല. തുടർന്ന് ബഹളത്തിനിടയിലും ശ്രദ്ധ ക്ഷണിക്കലും സബ്മിഷനും റിപ്പോർട്ട് അവതരണവും ഉൾപ്പെടെ അതിവേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയായിരുന്നു. കയർ തൊഴിലാളികളുടെ ക്ഷേമനിധി ബില്ലും ധനാഭ്യർത്ഥന ബില്ലും ഉൾപ്പെടെ സുപ്രധാന ബില്ലുകൾ ചർച്ചയില്ലാതെ അതിവേഗത്തിലാണ് അവതരിപ്പിച്ചത്. ചർച്ചയ്ക്ക് തയ്യാറാകാത്ത പ്രതിപക്ഷത്തിന്റെ നടപടിയെ ഭരണപക്ഷ നിരയിൽ നിന്ന് സംസാരിച്ച മന്ത്രിമാർ ഉൾപ്പെടെ വിമർശിച്ചു. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ ഒരു അന്വേഷണം വരുമ്പോ ഹൈക്കോടതിയെ പോലും അംഗീകരിക്കാതെയുള്ള ഈ നാടകം കേവലം സങ്കുചിത രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ളതാണ്. കോടതിയെ ഭയമാണ്, നിയമസഭയെ ഭയമാണ്, ചർച്ചയെ ഭയമാണ്, ജനങ്ങളെ ഭയമാണ്. ഭീരുക്കളായിട്ടുള്ള പ്രതിപക്ഷം. തുടർന്ന് നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ നേരത്തെ പിരിഞ്ഞു. നാളെയെങ്കിലും സഭാ നടപടികളോട് പ്രതിപക്ഷം സഹകരിക്കണമെന്ന് സ്പീക്കർ പറഞ്ഞു നിർത്തി. അതേസമയം സഭ ബഹിഷ്കരിച്ചിറങ്ങിയ പ്രതിപക്ഷമാകട്ടെ ഹൈക്കോടതിയിൽ നിന്നുണ്ടായ അതീവ ഗുരുതരമായ കണ്ടെത്തലുകൾ ചൂണ്ടിക്കാട്ടിയാണ് സർക്കാരിനെതിരെ തിരിഞ്ഞത്. ഏത് സംസ്ഥാനത്തെ ഏത് കോടീശ്വരന്റെ വീട്ടിലേക്കാണ് നിങ്ങൾ വിറ്റിരിക്കുന്നത്? കോടികൾ മറിയുന്ന കച്ചവടമാണ്. പവിത്രമായ ദ്വാരപാലക ശില്പം വിറ്റു എന്നാണ് കോടതിയുടെ ഫൈൻഡിംഗ്. സ്വർണ്ണപ്പാളി വിഷയത്തിൽ സഭയ്ക്കകത്തും പുറത്തും വരും ദിവസങ്ങളിലും പ്രക്ഷോഭം ശക്തമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഹിന്ദു ഐക്യവേദിയുടെയും യുവമോർച്ചയുടെയും നേതൃത്വത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം. ദേവസ്വം ബോർഡ് യോഗത്തിന് മുന്നോടിയായി പ്രസിഡന്റ് PS പ്രശാന്ത് എത്തിയതിന് പിന്നാലെയായിരുന്നു പ്രതിഷേധം. സുരക്ഷാ ജീവനക്കാരുടെ കണ്ണുവെട്ടിച്ച് ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ ഓഫീസിനുള്ളിൽ കടന്ന് പ്രതിഷേധിച്ചു. യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഗേറ്റിന് പുറത്തും പ്രതിഷേധം നടന്നു. സ്വർണം മോഷ്ടിക്കപ്പെട്ട സംഭവത്തിൽ CBI അന്വേഷണം വേണമെന്നും കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യണമെന്നും ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെട്ടു. പത്തനംതിട്ട ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. തേങ്ങയും കല്ലും ഉപയോഗിച്ച് പ്രവർത്തകർ ദേവസ്വം ബോർഡ് ഓഫീസിന്റെ ചില്ലുകൾ അടിച്ചു തകർത്തു. തുടർന്ന് പോലീസുമായി ഉണ്ടായ ഉന്തും തള്ളിനുമിടെ കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർക്ക് മർദ്ദനമേറ്റു എന്ന് ആരോപിച്ച് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പിന്നീട് സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രതീകാത്മക സ്വർണ്ണപ്പാളിയുമായാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണറുടെ പത്തനംതിട്ട ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പോലീസിന്റെ ബാരിക്കേഡ് മറിച്ചിട്ട പ്രവർത്തകർ ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. ഇതിനിടെ ചിലർ പോലീസിനെ മറികടന്ന് ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിലേക്ക് കയ്യിൽ കരുതിയിരുന്ന തേങ്ങയും കല്ലുകളും വലിച്ചെറിഞ്ഞു. ഓഫീസിന്റെ ചില്ലുകളും ബോർഡും നശിപ്പിച്ചു. തുടർന്ന് സ്ഥലത്തു നിന്നും അറസ്റ്റ് ചെയ്തവരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ജീപ്പിൽ നിന്നും വലിച്ചിറക്കി. എക്സസീവ് ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ആചാരലംഘനം നടത്തിയെങ്കിൽ അതുപോലെ തന്നെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അയ്യപ്പ ഭക്തരുടെ ഈ പ്രതിഷേധത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തെ ഇല്ലായ്മ ചെയ്യാമെന്നാണ് സർക്കാർ ചെയ്തില്ലെങ്കിൽ അത് തെറ്റിപ്പോയി. ഇന്നു മുതൽ സമരം ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് ട്രെയിലർ മാത്രമാണ്, ബാക്കി പിണറായി വിജയൻ കാണാനിരിക്കുന്നേ ഉള്ളൂ. പോലീസുമായി ഉണ്ടായ ഒന്നിനും തള്ളിനുമിടെ സന്ദീപ് വാര്യർക്കുൾപ്പെടെ മർദ്ദനമേറ്റു എന്നാരോപിച്ച് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പിന്നീട് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അമൃത ന്യൂസ്, പത്തനംതിട്ട.
ശബരിമല സമ്പത്ത് കൊള്ള ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഇതിന് നേതൃത്വം നൽകിയ ആളുകളെ പുറത്തു കൊണ്ടുവരുന്നതുവരെ സമരം ചെയ്യും. ചിലരെ ബലിയേടാക്കി വമ്പൻ സ്രാവുകളെ രക്ഷിക്കാനാണ് ശ്രമം. വിശ്വാസികളുടെ താൽപര്യം സംരക്ഷിക്കാൻ എല്ലാവരുമായും സഹകരിക്കും. സാമ്പത്തിക സമാഹരണത്തിനുള്ള ഉപാധിയായി സർക്കാർ ശബരിമലയെ കണ്ടു. കോടതിയുടെ മേൽനോട്ടത്തിലുള്ള CBI അന്വേഷണമാണ് വേണ്ടത്. സർക്കാർ സംവിധാനത്തിലുള്ള ഉദ്യോഗസ്ഥർ അന്വേഷിച്ചാൽ സത്യം പുറത്തുവരില്ല. സഭയിൽ ചർച്ച നടത്തിയാൽ മറുപടി നൽകുക ദേവസ്വമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നേതൃത്വം കൊടുത്ത ആളുകളെ പുറത്തു കൊണ്ടുവരുന്നതുവരെ ശക്തമായ പ്രക്ഷോഭവുമായിട്ട് കോൺഗ്രസ് മുന്നോട്ട് പോകും. വളരെ രസകരമായിട്ടുള്ള കാര്യം, ഇത്രയും ഭീകരമായ കൊള്ള നടന്നിട്ടും ആദ്യം അതിനെ വെള്ളപൂശാൻ ശ്രമിച്ച സർക്കാരും ദേവസ്വം ബോർഡും ഇപ്പോൾ ചിലരെ ബലിയാടുകളാക്കി, ചില ഉദ്യോഗസ്ഥന്മാരെ ബലിയാടുകളാക്കി വമ്പൻ സ്രാവുകളെ രക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. വിചിത്രമായി തോന്നുന്ന കാര്യം അതാണ്. സ്വർണ്ണപ്പാളികളും സ്വർണ്ണക്കട്ടളയും സ്വർണം പൂശിയിട്ടുള്ള എല്ലാം ശബരിമലയെ സംബന്ധിക്കുന്നിടത്തോളം പരിപാവനമായിട്ടുള്ള ഈ സമ്പത്ത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എടുത്തുകൊണ്ടുപോകാൻ പറ്റുന്നതാണോ? അങ്ങനെയാണോ അവിടുത്തെ സാഹചര്യങ്ങൾ? അപ്പോൾ എടുത്തു കൊണ്ടുപോയി കൊള്ള നടത്തി എന്നുള്ള കാര്യം. ആലപ്പുഴ അറയ്ക്കൽ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ പുനരുദ്ധാരണം നടത്തിയതും നിർധനരായിട്ടുള്ളവർക്ക് വീട് വെച്ചു കൊടുത്തതും ക്ഷേത്ര ഉപദേശക സമിതിയാണെന്ന് ദേവസ്വം ബോർഡ് മെമ്പർ A. അജികുമാർ. ക്ഷേത്രത്തിലെ ഉപദേശക സമിതി അംഗം ബിനുവാണ് ബാംഗ്ലൂരിലുള്ളവരെ പരിചയപ്പെടുത്തിയത്. പരിപാടിയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ക്ഷണിച്ചത് താനല്ല. ഇക്കാര്യത്തിൽ പാർട്ടി വിശദീകരണം ആവശ്യപ്പെട്ടിട്ടില്ല എന്നും ദേവസ്വം ബോർഡ് അംഗമെന്ന നിലയിൽ നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നും A. അജികുമാർ പറഞ്ഞു. ഉപദേശക സമിതി അംഗം ബിനുവാണ് ബാംഗ്ലൂരിലെ രാഘവേന്ദ്രയെയും രമേശിനെയും പ്രസാദിനെയും ഒക്കെ എന്നെ പരിചയപ്പെടുത്തുന്നത്. നിരാലംബരായിട്ടുള്ള രണ്ടുപേർക്ക് വീട് കൊടുക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ആളാണ് ഞാൻ. ഇങ്ങനെ ഒരു ദുഃഖ പര്യവസാനത്തിൽ എത്തുമെന്ന് ഞാൻ സ്വപ്നേ വിചാരിച്ചിട്ടില്ല. ദയവേത് ഇനി ഇങ്ങനെയുള്ള പൊതുപ്രവർത്തകർ നാളെ ഒരു ചാരിറ്റിയിലൊക്കെ എങ്ങനെ പോകും? ഒരാൾ ഈ അദ്ദേഹം സഹായിയായിട്ട് വന്നിട്ടുണ്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ല, വേദി വന്നിട്ടുണ്ട് സഹായിയായിട്ട്. ആളുകളുമായി സഹകരിക്കുമ്പോൾ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം എന്നൊരു നിബന്ധന നമുക്ക് വെക്കാൻ പറ്റുമോ? 55-60 ലക്ഷം ആളുകളാണ് കഴിഞ്ഞ മണ്ഡലം വരെയുള്ള കാലത്ത് ശബരിമലയിൽ വന്നത്, ഇല്ലേ? അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി അത്രേ പറയാനുള്ളൂ. എൻ്റെ പാർട്ടിക്ക് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഇപ്പോൾ ദേവസ്വം ബോർഡ് മെമ്പർ എന്ന രൂപത്തിൽ ഒരു ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. ആ സമയത്ത് ദേവസ്വം ബോർഡ് മെമ്പർ എന്ന രീതിയിൽ പരമാവധി ആ മേഖലയിൽ പ്രവർത്തിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ബാലുശ്ശേരി കോട്ട പരദേവതാ ക്ഷേത്രത്തിൽ വഴിപാടായി ലഭിച്ച സ്വർണം കാണാതായി. 20 പവനോളം സ്വർണമാണ് കാണാതായത്. വർഷങ്ങൾക്ക് മുൻപ് ചുമതലക്കാരനായിരുന്ന വിനോദനാണ് സംശയനിഴലിലുള്ളത്. നിരവധി തവണ നോട്ടീസ് നൽകിയിട്ടും വിനോദൻ മറുപടി നൽകിയിരുന്നില്ല എന്നാണ് ആരോപണം. സംഭവം വിവാദമായതോടെ ഈ മാസം 8-ന് സ്വർണം തിരിച്ചേൽപ്പിക്കാമെന്ന് വിനോദൻ ക്ഷേത്ര ഭാരവാഹികളെ അറിയിച്ചിട്ടുണ്ട്. പോലീസിൽ പരാതി നൽകാത്തതിനെതിരെയും ആക്ഷേപം ഉയരുന്നുണ്ട്. സ്വർണം തിരിച്ചു ലഭിച്ചില്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം. മറ്റു വാർത്തകൾ നോക്കുകയാണെങ്കിൽ 2025 ഭൗതികശാസ്ത്ര നൊബേൽ പ്രഖ്യാപിച്ചു. 3 പേർക്കാണ് പുരസ്കാരം. ജോൺ ക്ലാർക്ക്, മൈക്കിൾ H. ഡെവോറേറ്റ്, ജോൺ M. മാർട്ടിനസ് എന്നിവരാണ് പുരസ്കാരത്തിന് അർഹരായത്. മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗും ഇലക്ട്രിക് സർക്യൂട്ടിലെ ഊർജ്ജ ക്വാണ്ടൈസേഷനും കണ്ടുപിടിച്ചതിനാണ് പുരസ്കാര നേട്ടം. റോയൽ സ്വീഡിഷ് അക്കാദമി ഓഫ് സയൻസസ് പ്രതിനിധികളാണ് പുരസ്കാര പ്രഖ്യാപനം നടത്തിയത്. ഇതുവരെ 118 തവണയാണ് ഭൗതികശാസ്ത്ര നൊബേൽ നൽകിയത്. മെഷീൻ ലേണിംഗ് രംഗത്തെ 2 അതികായന്മാരായ ജോൺ J. ഹൈപ്ഫീൽഡിനും ജെഫ്രി E. ഹിൻഡണിനുമായിരുന്നു 2024 ഭൗതികശാസ്ത്ര നൊബേൽ. കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച വൈദ്യശാസ്ത്ര നൊബേൽ അമേരിക്കൻ, ജാപ്പനീസ് ഗവേഷകരാണ് പങ്കിട്ടെടുത്തത്. രസതന്ത്ര നൊബേൽ ബുധനാഴ്ചയാണ് പ്രഖ്യാപിക്കുക. വ്യാഴാഴ്ചയാകും സാഹിത്യ നൊബേൽ പുരസ്കാര പ്രഖ്യാപനം. സമാധാന നൊബേൽ ആർക്കെന്ന് 10-ാം തീയതി അറിയാനാകും. ഒക്ടോബർ 13-നാണ് സാമ്പത്തിക ശാസ്ത്ര നൊബേൽ പ്രഖ്യാപനം നടക്കുക. ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം സ്വന്തം കോശങ്ങളെ ആക്രമിക്കാതിരിക്കാൻ സഹായിക്കുന്ന റെഗുലേറ്ററി T സെല്ലുകളെ തിരിച്ചറിഞ്ഞ അമേരിക്കൻ ഗവേഷകരായ മേരി ബ്രങ്കൌ, ഫ്രെഡ് റാംസ്ഡെൽ, ജപ്പാനീസ് ഗവേഷകൻ ഷിമോൺ സക്കാഗുച്ചി എന്നിവർക്കായിരുന്നു 2025 വൈദ്യശാസ്ത്ര നൊബേൽ പുരസ്കാരം. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.
ഈജിപ്തിലെ കെയ്റോയിൽ തുടങ്ങിയ ഗാസ സമാധാന ചർച്ചയിൽ പ്രതീക്ഷയർപ്പിച്ച ലോകം ആദ്യഘട്ട ചർച്ചകൾ ഫലപ്രദമായിരുന്നുവെന്നാണ് ഈജിപ്ഷ്യൻ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്തത്. ഇസ്രായേൽ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ അടുത്തെത്തിയതായി പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു വ്യക്തമാക്കി. സുദീർഘമായ ഒരു സമാധാന ഉടമ്പടിയിലേക്ക് എത്താനുള്ള സാധ്യത ഏറെയെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രതികരിച്ചു. ഹമാസ് തെക്കൻ ഇസ്രയേൽ ആക്രമിച്ച് 1200 പൗരന്മാരെ കൊലപ്പെടുത്തുകയും 251 പേരെ ബന്ദികളാക്കുകയും ചെയ്തതിന്റെ കൃത്യം 2ാം വാർഷിക ദിനങ്ങളിൽ തന്നെ സമാധാന ചർച്ചകൾ സജീവമായി നടക്കുന്നു എന്നതാണ് പ്രധാനം. ആദ്യ ദിനത്തെ ചർച്ചകൾക്കു ശേഷം ഫലത്തിലേക്ക് അടുക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഹമാസിന്റെ കൈവശമുള്ള ഇസ്രയേൽ ബന്ദികളുടെ മോചനത്തിനും പലസ്തീൻ തടവുകാരുടെ മോചനത്തിനുമുള്ള പശ്ചാത്തലമൊരുക്കാൻ ഉദ്ദേശിച്ചായിരുന്നു ആദ്യ ദിവസത്തെ ചർച്ച. ഇസ്രയേൽ പ്രതിനിധി സംഘത്തിൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ വിദേശ ഉപദേഷ്ടാവ് ഒഫീർ ഫോക്ക്, ബന്ദികളുടെ ചുമതലയുള്ള ഗാൽ ഹിർഷ് എന്നിവരും ചാരസംഘടനകളായ മൊസാദിന്റെയും ഷിൻബെറ്റിന്റെയും ഉദ്യോഗസ്ഥരുമുണ്ട്. ഇസ്രയേലിന്റെ ടീമിനെ നയിക്കുന്ന സ്ട്രാറ്റജിക് അഫയേഴ്സ് മന്ത്രി റോൺ ഡെർമർ ഈ ആഴ്ച അവസാനമേ ഈജിപ്തിലെത്തു. ഖത്തറിൽ കഴിഞ്ഞ സമാധാന സംഭാഷണത്തിനിടെ ഇസ്രയേൽ വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഖലീൽ അൽ ഹയ്യയാണ് ഹമാസിന്റെ പ്രതിനിധി സംഘത്തെ നയിക്കുന്നത്. ബന്ദികളെ മോചിപ്പിക്കാമെന്ന് ഹമാസ് അറിയിച്ചുവെങ്കിലും 20 സമാധാന പദ്ധതിയിലെ ഹമാസിന്റെ പൂർണ്ണമായ നിരായുധീകരണം എന്ന നിർദ്ദേശത്തോട് ഇനിയും മുഖം തിരിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇസ്രയേൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്നാണ് കണ്ടറിയേണ്ടത്. യുദ്ധാനന്തര ഗാസയിൽ പലസ്തീൻ ഭരണമെന്ന നിർദ്ദേശത്തിനും ഇസ്രയേലിലെ നെതന്യാഹു സർക്കാർ എതിരാണ്. മുൻപ് നടന്ന സമാധാന ചർച്ചകളെല്ലാം തട്ടിത്തടഞ്ഞതും ഈ നിർദ്ദേശങ്ങളിലാണ്. ബന്ദിമോചനം ഉടനുണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും പങ്കുവയ്ക്കുന്നത്. 2023 ഒക്ടോബർ 7 മുതൽ തുടങ്ങിയ കടന്നാക്രമണത്തിൽ ഗാസയിൽ 67,160 പേർ കൊല്ലപ്പെട്ടതായാണ് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക്. 1,69,679 പേർക്ക് പരിക്കുമേറ്റിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. സംസ്ഥാനത്ത് വീണ്ടും സ്വർണ്ണവിലയിൽ വൻ വർധനവ്. പവന് 920 രൂപയുടെ വർധനവാണ് ഇന്നുണ്ടായത്. ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില 89,480 രൂപയാണ്. 1 ഗ്രാം 22 കാരറ്റ് സ്വർണത്തിന് 115 രൂപയായാണ് ഉയർന്നത്. ഇതോടെ 1 ഗ്രാം സ്വർണം വാങ്ങണമെങ്കിൽ 11,185 രൂപ നൽകണം. 2 ദിവസം കൊണ്ട് 1,920 രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായാണ് ഗ്രാം നിരക്ക് 11,000 കടക്കുന്നത്. രാജ്യാന്തര വില ഔൺസിന് 3,933.08 നിന്നും ഉയർന്ന് 3,977.39 1 ഗ്രാം 24 കാരറ്റ് സ്വർണത്തിന് 12,202 രൂപയും പവന് 97,616 രൂപയുമായാണ് ഇന്നത്തെ നിരക്ക് ഉയർന്നത്. 18 കാരറ്റിന് 1 ഗ്രാമിന് 9,152 രൂപയും പവന് 73,216 രൂപയുമാണ് വില. വെള്ളിവില ഗ്രാമിന് 167 രൂപയും കിലോഗ്രാമിന് 1,67,000 രൂപയുമാണ്. 2025 ഇതുവരെ പവന് കൂടിയത് 32,600 രൂപയാണ്. ഗ്രാമിന് 4,075 രൂപയും. സ്വർണം ആഭരണമായി വാങ്ങുമ്പോഴുള്ള സാമ്പത്തിക ബാധ്യത ഇതിലുമേറെയാണ് എന്നതും ഉപഭോക്താക്കളെ വലയ്ക്കുന്നു. 3% സ്വർണത്തിന് GST. പണിക്കൂലി 3 മുതൽ ആഭരണത്തിന്റെ ഡിസൈൻ അനുസരിച്ച് 35% വരെയുമാകാം. കൂടാതെ ഹോൾമാർക്ക് ചാർജും നൽകണം. രാജ്യാന്തര വിലയുടെ ചുവട് പിടിച്ചാണ് കേരളത്തിൽ സ്വർണ്ണവിലയുടെ കുതിച്ചുകയറ്റവും. ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നികുതി നയം, US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന സൂചനകൾ തുടങ്ങിയ ഘടകങ്ങളാണ് സ്വർണ്ണവില വർദ്ധിക്കുന്നതിന് പ്രധാന കാരണം. സുരക്ഷിതമായ നിക്ഷേപം എന്ന നിലയിൽ സ്വർണ്ണത്തോടുള്ള ഉപഭോക്താക്കളുടെ താൽപര്യം വർദ്ധിച്ചതും വില വർധനവിന് കാരണമാണ്. ന്യൂസ് ഡെസ്ക്, അമൃത TV. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ നടൻ മോഹൻലാലിനെ ആദരിച്ച് ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുമായും അദ്ദേഹം ചർച്ച നടത്തി. കൂടുതൽ യുവാക്കളെ ടെറിട്ടോറിയൽ ആർമിയിൽ ചേർക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തതായി പിന്നീട് മോഹൻലാൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തന്റെ പരിമിതിക്കുള്ളിൽ നിന്ന് സൈന്യത്തിലും സാധാരണക്കാരുടെ ഉന്നമനത്തിനുമായി നിരവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ലഭിച്ചത് വലിയ ബഹുമതിയാണെന്നും വലിയ പദ്ധതികൾ വരാനിരിക്കുന്നുവെന്നും മോഹൻലാൽ സൂചിപ്പിച്ചു. Dada Sahib Phalke Award is also one of the reasons. So we had a good meeting and we had a small lunch. It's a great gesture from that fraternity. I'm also part of this fraternity for the last 16 years. So from my limit, we are also doing so many things for the army, for the betterment of civilians. It's all included, and we had some conversation how to bring out more efficiency in the battalion and what we can do for the country.
So that was a small discussion, but we'll have more big plans to come. Thank you. And one more thing, you are also doing your nation is patriot. Yeah. All about this army. You can say about this. And is there any discussion about doing more film about army? And you also I have done so many films in army. Mr. Rivi has directed most of the films. We are planning to come out with some more films connected with army. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ഇനി ദേശീയ രാഷ്ട്രീയത്തിന്റെ ശ്രദ്ധ മുഴുവൻ ബീഹാറിലേക്കാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന NDA സഖ്യവും രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന മഹാഗഠബന്ധനും ബീഹാറിൽ നേരിട്ട് ഏറ്റുമുട്ടും. സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും വേഗത്തിൽ പൂർത്തിയാക്കാൻ ഒരുങ്ങുകയാണ് മുന്നണികൾ. മഹാഗഠബന്ധൻ സർക്കാർ അധികാരത്തിൽ വരുമെന്ന RJD നേതാവ് തേജസ്വി യാദവ് പറഞ്ഞു. അതേസമയം ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് BJPയും പറയുന്നു. കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം നാളെ ചേരും. 243 സീറ്റുള്ള ബീഹാർ നിയമസഭയിലേക്ക് 2 ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ്. ഭരണപക്ഷവും പ്രതിപക്ഷവും നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വൈകാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാകും. സീറ്റ് വിഭജനം അപ്പോഴും ഒരു കടമ്പയായി നിലനിൽക്കുന്നുണ്ട്. അധികാരം നിലനിർത്തുമ്പോഴും മുഖ്യമന്ത്രി സ്ഥാനമാണ് BJPയുടെ ലക്ഷ്യം. മറുവശത്തെ കോൺഗ്രസിന് കഴിഞ്ഞ തവണ നൽകിയ അതേ സീറ്റുകൾ നൽകുന്ന കാര്യത്തിൽ RJD തീരുമാനമെടുത്തിട്ടില്ല. 70 സീറ്റുകളിൽ കഴിഞ്ഞ തവണ മത്സരിച്ച കോൺഗ്രസ് 19 സീറ്റിൽ മാത്രമാണ് വിജയിച്ചത്. മറ്റ് ഘടക കക്ഷികളുടെ കൂടി അഭിപ്രായം ആരാഞ്ഞ ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുക. സംസ്ഥാനത്തെ സാഹചര്യങ്ങൾ മഹാഗഠബന്ധന് അനുകൂലമാണെന്നും യാചിക്കുന്ന മുഖ്യമന്ത്രിയല്ല സിംഹത്തെ പോലെ ഗർജിക്കുന്ന മുഖ്യമന്ത്രിയാണ് ബീഹാർ ജനങ്ങൾക്ക് വേണ്ടതെന്നും RJD നേതാവ് തേജസ്വി യാദവ് പറഞ്ഞു. തന്റെ നേതൃത്വത്തിൽ സർക്കാർ ഉണ്ടാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. अब बिहार को मुख्यमंत्री गिड़गिड़ाने वाला नहीं चाहिए, जो शेर की तरह दहराए उस वैसा जो है CM जो है बिहार के लोगों को चाहिए, जो बिहार के अधिकार हक और बिहार के लोगों के साथ इंसाफ कर सके, ऐसा मुख्यमंत्री बिहार को चाहिए. അതേസമയം ഭരണവിരുദ്ധ വികാരമില്ലെന്നും വികസന പ്രവർത്തനങ്ങളും ക്ഷേമ നടപടികളും ഗുണം ചെയ്യുമെന്നും BJP വ്യക്തമാക്കുന്നു. അഴിമതിയുടെയും ഗുണ്ടാവിളയാട്ടത്തിന്റെയും നാടായിരുന്ന ബീഹാറിനെ സമാധാനത്തിലേക്ക് എത്തിച്ചത് NDA സർക്കാരാണെന്ന് BJP അവകാശപ്പെടുന്നു. നിലവിൽ നിതീഷ് കുമാറിന് പിന്നിൽ അണിനിരക്കുന്നുണ്ടെങ്കിലും സ്വന്തം മുഖ്യമന്ത്രി എന്ന സ്വപ്നത്തിൽ തന്നെയാണ് BJP മുന്നോട്ടു പോകുന്നത്. അതേസമയം പ്രശാന്ത് കിഷോറിന്റെ ജൻ സൂരജ് പാർട്ടിയും ആം ആദ്മി പാർട്ടിയും പ്രധാന പാർട്ടികൾക്ക് വെല്ലുവിളിയാകും. ഇതിനു പുറമെ ന്യൂനപക്ഷ വോട്ടുകളും OYCയുടെ പാർട്ടിയുടെ സാന്നിധ്യവും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് തിരിച്ചടിയാകാനാണ് സാധ്യത. അമൃത ന്യൂസ്, ന്യൂഡൽഹി. അമൃത ആശുപത്രിയിലെ ജെറിയാട്രിക് മെഡിസിൻ വിഭാഗം വയോജന സംഗമം സംഘടിപ്പിച്ചു. ലോക അൽഷൈമേഴ്സ് ദിനത്തോടും അന്താരാഷ്ട്ര വയോജന ദിനത്തോടും അനുബന്ധിച്ചുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് വയോജന സംഗമം സംഘടിപ്പിച്ചത്. കൊച്ചി അമൃത ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ രഹ്ന വയോജന സംഗമം ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യമുള്ള മാന്യമായ വാർദ്ധക്യത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുകയും വയോജനങ്ങൾക്ക് സന്തോഷം നിറഞ്ഞ വേദി ഒരുക്കുകയും ചെയ്യുക എന്നതായിരുന്നു വയോജന സംഗമം എന്ന പരിപാടിയുടെ ലക്ഷ്യം. മുതിർന്ന പൗരന്മാരോടുള്ള കരുണയ്ക്കും ആദരവിനും ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ടെന്ന് ഡോക്ടർ രഹ്ന പറഞ്ഞു. കൊച്ചി അമൃത ആശുപത്രിയിലെ ജെറിയാട്രിക്സ് വിഭാഗം ക്ലിനിക്കൽ പ്രൊഫസർ ഡോക്ടർ പ്രിയ വിജയകുമാർ സ്വാഗതം അർപ്പിച്ച ചടങ്ങിൽ ഡോക്ടർ ദിവ്യമോൾ ശശിധരൻ ആരോഗ്യകരമായ വാർദ്ധക്യം എന്ന വിഷയത്തിൽ സംസാരിച്ചു. അപ്പോൾ അവർക്ക് രോഗങ്ങളിലാണെങ്കിൽ അവർക്ക് അവരുടെ സംശയങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർ എങ്ങനെ അവർക്കൊരു ഹെൽത്തി ഡയറ്റ് എങ്ങനെ അവർ പോകണം, അതേപോലെ നമ്മൾ എന്നും ജീവിതത്തിൽ എല്ലാ ദിവസവും അവർക്കൊരു എക്സസൈസ് വേണം. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളിത് ഒരു 3-4 മാസങ്ങൾ കൂടുമ്പോൾ നമ്മളിങ്ങനെ ഒരു സംഗമം ഉണ്ടാകും. ഡിമെൻഷ്യ എന്ന വിഷയത്തിൽ ഡോക്ടർ പത്മശ്രീ, പ്രായപൂർത്തിയിലുള്ള വാക്സിനേഷൻ എന്ന വിഷയത്തിൽ ഡോക്ടർ പർമേസ് AR, വാർദ്ധക്യത്തിൽ ഫിസിയോതെറാപ്പിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നിഖിൽ മേനോൻ എന്നിവർ വിഷയങ്ങൾ അവതരിപ്പിച്ചു. കൂടാതെ ആരോഗ്യകരമായ വാർദ്ധക്യം, മറവി രോഗങ്ങൾ, മാനസികാരോഗ്യം, ഫിസിയോതെറാപ്പി, വയോജനങ്ങൾക്കായുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ എന്നിവയെക്കുറിച്ചും ക്ലാസുകൾ നടന്നു. അമൃത ന്യൂസ്, കൊച്ചി. BSNLന്റെ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി തൃശൂരിൽ ഘോഷയാത്ര സംഘടിപ്പിച്ചു. കുടുംബാംഗങ്ങളും അടക്കം
കുടുംബാംഗങ്ങളടക്കം ജില്ലയിലെ വിവിധ ഡിവിഷനുകളിൽ നിന്നും എത്തിയ 250-ലേറെ ആളുകൾ പങ്കെടുത്ത ഘോഷയാത്ര വടക്കുംനാഥൻ തെക്കേ നടയിൽ നിന്നും ആരംഭിച്ച് സ്വരാജ് റൗണ്ട് പ്രദക്ഷിണം വെച്ച് പട്ടാളം റോഡിലുള്ള BSNL സെൻട്രൽ ടെലിഫോൺ എക്സ്ചേഞ്ചിൽ അവസാനിച്ചു. 10 ദിവസം നീണ്ടുനിന്ന BSNLന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം BSNL സീനിയർ ജനറൽ മാനേജർ MS ഹരി ഉദ്ഘാടനം ചെയ്തു. BSNL ജീവനക്കാരും ഫ്രാഞ്ചൈസികളും പങ്കെടുത്ത ബൈക്ക് യാത്രയും ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു. അർജന്റീന ഫുട്ബോൾ ടീമിന്റെ കേരളത്തിലെ മത്സരവുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകൾക്കായി ഉന്നതതല യോഗം ചേർന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. നവംബറിൽ കൊച്ചി ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് മത്സരം. സ്റ്റേഡിയം ലോകോത്തര നിലവാരത്തിൽ ഉയർത്തുന്നതിനുള്ള അറ്റകുറ്റപ്പണികൾ ഉടൻ പൂർത്തിയാക്കും. കർശന സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കും. ഫാൻ മീറ്റ് നടത്താനുള്ള സാധ്യതകളും ചർച്ച ചെയ്തു. പാർക്കിംഗ്, ആരോഗ്യ സംവിധാനങ്ങൾ, ശുദ്ധജല വിതരണം, വൈദ്യുതി വിതരണം, മാലിന്യ സംസ്കരണം തുടങ്ങിയവയും ക്രമീകരിക്കും. വിവിധ വകുപ്പുകളുടെ ഏകോപിതമായ പ്രവർത്തനം ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. മത്സരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ ഒരു IAS ഓഫീസറെ നിയമിക്കും. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സമിതി സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കും. ജില്ലാ തലത്തിൽ ജില്ലാ കളക്ടർക്കായിരിക്കും ഏകോപന ചുമതല.